കണ്ണൂരിൽ CPM നേതൃത്വത്തിന് തലവേദനയായി വീണ്ടും സാമ്പത്തിക തിരിമറി ആരോപണം. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പണിയുന്ന കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുനെ, രക്തസാക്ഷി ഫണ്ട് അത് CPM ഒരു വീക്ക്നെസ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഓരോ വാർത്ത പുറത്തു വരുമ്പോഴും. പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ ആത്മാവ് ഇത് പൊറുക്കത്തില്ല മിഥുനെ. കാരണം നമുക്കറിയാം പയ്യന്നൂരിലെ ഫണ്ട് 8 വർഷമായിട്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തമാക്കാൻ CPM കഴിഞ്ഞിട്ടില്ല. അതിന്റെ പിന്നാലെ ഒരു ഇടുത്തിയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള ഫണ്ട്. അതിൽ വലിയ രീതിയിൽ ക്രമക്കേടുണ്ട്. ആരാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഫണ്ട് തട്ടിയെടുത്ത്? രാവിലെ കുസൃതിയുമായ ഒരു കുറുമ്പൻ അങ്ങോട്ട് നടന്നു വന്നു അല്ലേ? ശരി, നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. തീർച്ചയായും അശ്വതി, നമുക്കറിയാം ഈ ഫണ്ട് വിവാദം എല്ലാ കാലത്തും കണ്ണൂരിലെ CPM വലിയ തലവേദനയിലാക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഫണ്ട് വിവാദം, ഫണ്ട് തിരിമറി വിവാദം, അത് കണ്ണൂർ CPM വലിയ തലവേദനയായിരുന്ന ഒരു സാഹചര്യമുള്ളത്. CPM കണ്ണൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ പിരിച്ച ഫണ്ടിൻ്റെ പേരിലാണ് ഇപ്പോൾ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പിരിച്ച ഫണ്ടൊന്നും കൃത്യമായ ഈ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി എത്തിയിട്ടില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അത് ഫണ്ട് പിരിവ് നടത്തി ഏതാണ്ട് 2 വർഷമായിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ 2 വർഷമായിട്ട് പോലും ഈ കെട്ടിട നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. സ്വാഭാവികമായും ഇതിന് ഈ ഫണ്ട് പിരിക്കാനായി പല മാർഗ്ഗങ്ങൾ നേതാക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ചില സാംസ്കാരിക പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് അതിൻ്റെ ഫണ്ട് പിരിക്കുന്നൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഫണ്ട് പിരിവൊക്കെ തന്നെ നടത്തിയിട്ടും അത് കൃത്യമായി നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് തിരിമറി ആരോപണം പറയുന്നത്. മാത്രമല്ല ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ ചെലവിട്ടുകൊണ്ട് അവിടെ ഈ ഒരു പഴയ വീടടങ്ങുന്നൊരു സ്ഥലം കണ്ണൂർ നഗരത്തിൽ തന്നെ വാങ്ങുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിർമ്മാണം എങ്ങും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അത് പാർട്ടിയുടെ പേരിൽ വാങ്ങാതെ സ്വന്തം പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തെന്നൊരു ഗുരുതരമായ ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സ്ഥലം ഈട് വെച്ച് ബാങ്കിൽ നിന്ന് പണം എടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് സർവത്ര തിരിമറിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ളത്. ഏതായാലും ഈ പിരിവ് നടത്തിയതിലും അതുപോലെ തന്നെ ഫണ്ട് ശേഖരണത്തിനായി പ്രദർശന പരിപാടി സംഘടിപ്പിച്ചതിലും കൃത്യമായ കണക്ക് അവതരിപ്പിച്ചിട്ടില്ലെന്നൊരു ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. അതേസമയം ഈ ആരോപണങ്ങളിൽ അന്വേഷണം നടത്താനായി ഏതാണ്ട് ഒരു 2 അംഗ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചു എന്നും പറയുന്നുണ്ട്. അതിനിടെ ഈ ആരോപണങ്ങൾ പാർട്ടി നേതൃത്വത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഘട്ടത്തിൽ ഈ ഒരു നടപടിയെടുത്ത് ഈ മുഖം രക്ഷിക്കാൻ ഒരു നീക്കം CPM ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ രമേശനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് തൽക്കാലം മുഖം രക്ഷിക്കാനൊരു നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത് തെറ്റായ പ്രചരണമാണ് എന്നൊരു നിലപാടാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഏതായാലും ഈ ഫണ്ട് തിരിമറി വിവാദം കണ്ണൂരിലെ CPM വിടാതെ പിന്തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അശ്വതി. തീർച്ചയായും മിഥുനെ, അത് തന്നെയാണ്. നോക്കൂ, രക്തസാക്ഷി ഫണ്ട് അത് തങ്ങൾക്കൊരു വീക്ക്നെസ് ആണെന്ന് വീണ്ടും വീണ്ടും ഈ സഖാക്കൾ ഇങ്ങനെ തെളിയിക്കുകയാണ്. അതും വേറെ ആരുടെയല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ ഫണ്ടാണ്. എത്രത്തോളം ഗൗരവകരമായ ഒരു സാഹചര്യമാണ്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചില്ല. പയ്യന്നൂരിലെ ഫണ്ട് അത് എന്ത് ചെയ്തു? 8 വർഷമായിട്ടും CPM ഉത്തരമില്ല. അപ്പോൾ ഇനി കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയത്തിലും കൈമലർത്തുകയാണ് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള സഖാക്കൾ. നാണക്കേടാണ്, അത്യധികം നാണക്കേടാണ്. മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ ആത്മാവ് ഇത് പൊറുക്കത്തില്ല കേട്ടോ. ഇങ്ങനെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് മിഥുൻ പങ്കുവച്ചത് അല്ലേ? അതെ, തീർച്ചയായും.